നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. जिस नीट की परीक्षा को लेकर चर्चा के लिए तैयार है तो आप उस चर्चा के लिए बिल्कुल. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷവും കോക്രോച്ച് ജനതാ പാർട്ടിയും. കേന്ദ്ര സർക്കാർ സമരക്കാരുമായി ചർച്ച നടത്തുന്നു. അല്പസമയത്തിനകം കേന്ദ്ര മന്ത്രിസഭാ യോഗം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി റാമിന്റെ ആദ്യ അറസ്റ്റിലുണ്ടായ വീഴ്ചയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നടപടി നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി. ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം ആവർത്തിച്ചു കോടതി. ആഭ്യന്തര വകുപ്പിന്റെ ശോഭ ഇല്ലാതാക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്നും ആഭ്യന്തര വകുപ്പിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്നും ചോദ്യം. രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടിക്കെന്ന് സൂചന. നടപടി DGP സ്ഥാനക്കയറ്റത്തെ അടക്കം ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചേക്കും. ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അധികാര ദുർവിനിയോഗം ആര് കാണിച്ചാലും അംഗീകരിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. PSC പരീക്ഷാ ക്രമക്കേടിൽ കേസെടുക്കാമെന്ന് ക്രൈംബ്രാഞ്ച്. പ്രാഥമിക അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ട് തിങ്കളാഴ്ച DGPക്ക് കൈമാറും. അന്വേഷിക്കുക ആസൂത്രണ ബോർഡ് ചീഫ്, പിന്നാക്ക വികസന കോർപ്പറേഷൻ തസ്തിക പരീക്ഷകളിലെ ക്രമക്കേടുകൾ. PSC ക്രമക്കേടിൽ സംസ്ഥാനത്ത് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്. തിരുവനന്തപുരത്ത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SFI പ്രവർത്തകൻ അഭിമന്യുവിന്റെ കൊലപാതക കേസിൽ വിചാരണ തീയതി ഇന്നറിയാം. എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകും. വിചാരണ തുടങ്ങുന്നത് അഭിമന്യുവിന്റെ കൊലപാതകം നടന്ന 8 വർഷങ്ങൾക്ക് ശേഷം. വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം നിരാകരിച്ചു കോടതി. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഗ്ലാസ്ഗോയിൽ വർണ്ണാഭമായ തുടക്കം. ഉദ്ഘാടനം ചെയ്തത് ചാൾസ് രാജാവ്. മെഡൽ വേട്ടയ്ക്കായി ഇന്ന് ഇന്ത്യൻ ബോക്സർമാർ കളത്തിലിറങ്ങും. ഇന്ത്യയ്ക്കായി മത്സരിക്കുന്നത് 5 മലയാളി താരങ്ങളടക്കം 126 പേരുടെ സംഘം. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വരെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷവും കോക്രോച്ച് ജനതാ പാർട്ടിയും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ കേന്ദ്ര സർക്കാർ സമരക്കാരുമായി ചർച്ച നടത്തുകയാണ്. അല്പസമയത്തിനകം പാർലമെന്റ് മന്ദിരത്തിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, തുടർച്ചയായി പാർലമെന്റ് സ്തംഭിപ്പിക്കുന്ന നടപടികളിലാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് കോക്രോച്ച് ജനതാ പാർട്ടിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും എടുക്കുന്നത്. ഈ സമരക്കാരുമായി ഇപ്പോൾ സർക്കാർ ചർച്ച നടത്തുമ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു സാധ്യത കാണുന്നുണ്ടോ? ഒപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അഖില, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സമരം തുടരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും വ്യക്തമാക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ സമരം തുടരും എന്നുള്ളതാണ്. ഇന്ന് പാർലമെന്റിലും അതിന് സമാനമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത്. സ്പീക്കറുടെ ഭാഗത്തുനിന്നും കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും നിരന്തരം ആവർത്തിച്ച് വ്യക്തമാക്കിയത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിനകത്ത് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുത് എന്ന് നിരവധി തവണ സ്പീക്കറും ഒപ്പം കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കിയെങ്കിലും സർക്കാരിന്റെ അത്തരം നീക്കങ്ങളോട് വഴങ്ങാതെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ മറ്റൊരു കാര്യവും ചർച്ച ചെയ്യാനില്ലെന്നും പകരം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് ശേഷം വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന പ്രതികരണമാണ് പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. പാർലമെന്റ് സഭാ നടപടികൾ ചേരുന്നതിന് മുൻപ് പാർലമെന്റിന്റെ കവാടത്തിലും പാർലമെന്റ് പിരിഞ്ഞതിന് ശേഷം പാർലമെന്റിന് പുറത്തും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു. പാർലമെന്റ് കവാടത്തിലും ഒപ്പം പുറത്തു നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സമരം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വെക്കാതെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ. ജിഷ്ണു, ദയവായി തുടരുക. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ സംസാരിക്കുകയാണ്. അതിലേക്ക് पीएम के वीडियो से संतुष्ट नहीं है आप लोग? क्या था उस वीडियो में? आप बताइए, आपने नहीं देखा क्या? मुझे तो कुछ दिखाई नहीं, आप बताइए उसमें कॉन्क्रीट क्या था? कह रहे फास्ट ट्रैक कोर्ट्स और जिस प्रकार से जो लोग आरोपी हैं उन पे कड़ी से। तो इतने दिन सो रहे थे वो?
जो वो बिल लेके आने वाले हैं पार्लियामेंट में, उसके बारे में कुछ कह दीजिए। बिल आ तो जाए, जब तक मैं बिल पढ़ नहीं पाता हूँ, जब तक मुझे बिल मैं पढ़ूंगा ना, मैं बोलूँ कैसे? मैं मोदी जी जैसे हवा में तो बातें नहीं कर सकता ना। फर्स्ट आई नीड टू रीड द बिल। तोड़ क्या लिया गया कल? सीधी बाजार को बंद कर दिया था, शाम को 6:30 बजे के बाद पूरा सीधी सर्कल बंद कर दिया। तो आज कैसी स्थिति? ये प्रधानमंत्री पूरी दिल्ली ठप करने को तैयार है, पूरी दिल्ली बंद करने को तैयार है, लेकिन एक मंत्री का इस्तीफा दिलवाने के लिए तैयार नहीं। मुझे समझ नहीं आ रहा है इस प्रधानमंत्री को क्या हो गया है। ज्या पद्धतीने तुझं आंदोलन चाललेलं आहे, सोनम वांगचुक यांच्याशी कल जे.पी. नड्डा यांनी भेट घेतली, अनशन जे तो तोडवला, त्याबद्दल तुझं मत काय आहे? कारण की पंतप्रधान नरेंद्र मोदी यांचाही व्हिडिओ आला, ते म्हणाले की फास्ट ट्रॅक कोर्ट करू, आरोपींवर कारवाई करू. कसं पाहतो तू? नाही, ते तर केलंच पाहिजे होतं, पण माझं असं म्हणे, सोनम सरांनी जे अनशन उपोषण तोडलं ते चांगलं केलंय. आमची तीच मागणी होती, कारण की त्यांची जी लाईफ आहे ती खूप जास्त व्हॅल्युएबल आहे देशासाठी, देशाच्या एज्युकेशन सिस्टमसाठी, अँड वी आर व्हेरी ग्लॅड. बट बिंग सेड दॅट, आमचा जो प्रोटेस्ट आहे, आमची जी मुवमेंट आहे ती चालू राहील जोपर्यंत धर्मेंद्र प्रधान यांचा राजीनामा होत नाही. पण ज्या पद्धतीने सोनम वांगचुक यांच्याशी बोलणं झालं, तुला काय लूपमध्ये घेतलं गेलेलं काय? तुला भेटण्याचे हे दिले, म्हणजे अपॉर्च्युनिटी दिलेली का? सरकारने आम्हाला कोणालाच भेटू दिलेलं नाही. आमची टीम पण काल गेली होती, त्यांना भेटू दिलं नाही सरकारने त्यांना एका प्रकारे किडनॅप. പ്രധാനമന്ത്രി പുറത്തുവിട്ട വീഡിയോയെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് അഭിജിത് ദിപ്കെ നടത്തിയത്. ജിഷ്ണു കൃഷ്ണൻ തുടരുന്നുണ്ട്. ജിഷ്ണു, ഈ ഒരു അനുനയ നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്, അതായത് ചർച്ച നടത്തുകയാണ്, പക്ഷേ അതിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? മന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണല്ലോ ഇനി. അഖില, നിലവിൽ ചർച്ചയുടെ വേദിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതായത് നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലായിരുന്നു ചർച്ച നടക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിനോട് ചേർന്നിട്ടുള്ള VP ഹൗസിലേക്കാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ സൗരവ് ദാസ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് അവരുമായി ചർച്ച നടത്തുക. ഈ ചർച്ചയിൽ അഖില ചൂണ്ടിക്കാട്ടിയതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി മുൻപോട്ട് വെച്ചിട്ടുള്ള 3 ആവശ്യങ്ങളുണ്ട്. ഒന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, മറ്റൊന്ന് സോനം വാങ്ചുക്കിന്റെ മോചനമായിരുന്നു. അത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടിൽ ചോദ്യപേപ്പർ ചോർന്നതിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരമാണ്. അതിലും സർക്കാർ അനുനയ നീക്കത്തിന് തയ്യാറാകും. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന പ്രധാന ആവശ്യത്തോട് വഴങ്ങാൻ കേന്ദ്ര സർക്കാരോ BJPയോ നിലവിൽ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള അനുനയ ചർച്ചകളായിരിക്കും കോക്രോച്ച് ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും തമ്മിൽ നടത്തുക? ആ ചർച്ചയ്ക്ക് ശേഷം സമരം അവസാനിപ്പിക്കുമോ, അതല്ല സമരം മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കുമോ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തീരുമാനം എന്നുള്ളത് ഏറെ നിർണായകമാകും. ഏതായാലും പ്രതിപക്ഷം നിലവിൽ പ്രഖ്യാപിച്ചത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ സമരം തുടരും എന്നുള്ളതാണ്. ഈ അനുനയ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായം കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാകും. ഒപ്പം അല്പസമയത്തിനകം തന്നെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭയുടെ യോഗം ചേരും. ഇന്നലെ രാത്രി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കർശനമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഭാവിയിൽ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തും. അതിന്റെ കരട് ബില്ല് ഉടൻ തന്നെ തയ്യാറാക്കി ഈ വർഷകാല സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ വളരെ വേഗത്തിലുള്ള അല്ലെങ്കിൽ ഈ സമരത്തെ അനുനയിപ്പിക്കാനുള്ള കൃത്യമാർന്ന നടപടികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയും സർക്കാരും മുൻപോട്ട് വയ്ക്കുമ്പോൾ സമരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തോട് ഇപ്പോഴും വഴങ്ങാനോ അല്ലെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരോ രാഷ്ട്രീയപരമായി BJPയോ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരുന്നു. അത് തുടരുമോ? ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പാർലമെന്റ് സ്തംഭിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ പ്രധാന നീക്കം. ഇതോടൊപ്പം തന്നെ സമരക്കാരുമായി സർക്കാർ ചർച്ച നടത്തുന്നുണ്ട്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടുമാണ് കോടതി നിർദ്ദേശം നൽകിയത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിലേക്ക് മാറാനുള്ള നിർദ്ദേശത്തെക്കുറിച്ചും അതിനായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും കോടതി ആരാഞ്ഞു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഡോക്ടർ റാമിന് ജാമ്യം കിട്ടാൻ സാഹചര്യമൊരുക്കിയ അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഹൈക്കോടതി. പോലീസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ സർക്കാരിനെ മോശപ്പെടുത്തുന്നതാണെന്ന് കോടതി പറഞ്ഞു. അഡ്വക്കേറ്റ് രാജേഷ് വിശദാംശങ്ങൾ നൽകും. രാജേഷ്, ശക്തമായ വിമർശനമാണ് പോലീസിനെതിരെ കോടതി ഉന്നയിച്ചത്. ഒപ്പം സർക്കാരിനെ മോശപ്പെടുത്താൻ ആരെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പോലും കോടതി ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്ന വിവരങ്ങൾ.
അഖില, തൂഫാൻ നടപടിയിൽ തിളങ്ങി നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ശോഭ കെടുത്തുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് വ്യക്തമായി തന്നെ ഇന്ന് ഹൈക്കോടതി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. ക്രൈംബ്രാഞ്ചിന്റെ എസ്പിയും ഡിവൈഎസ്പിയും ഹാജരായപ്പോൾ ഡിവൈഎസ്പിക്കെതിരെ നടപടിയെടുക്കണം എന്ന നിലപാട് തന്നെയാണ് ഹൈക്കോടതി ഉള്ളത്. റാമിന് ജാമ്യം നൽകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു. ചട്ടപ്രകാരമല്ലാതെ അറസ്റ്റ് രേഖപ്പെടുത്തി അത് കോടതിയിലെത്തിച്ചു. കോടതിക്ക് വെറുതെ വിടേണ്ട സാഹചര്യം ഒരുക്കി അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണോ എന്നാണ് ഹൈക്കോടതി ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. എന്നാൽ അങ്ങനെ ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഇവർ മറുപടി പറഞ്ഞത്. പക്ഷേ വീഴ്ച അത് സംഭവിച്ചു എന്ന് സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ശക്തമായ വകുപ്പുതല നടപടി വേണം എന്ന ഒരു നിലപാടിലാണ് ഹൈക്കോടതി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടിക്കെന്ന് സൂചന. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാനാണ് അജിത് കുമാറിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചേക്കും. DGP സ്ഥാനക്കയറ്റത്തെ അടക്കം ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അജിത് കുമാറിന് പകരം ആ സ്ഥാനത്തേക്ക് ആരെയും പരിഗണിക്കേണ്ട എന്നാണ് സർക്കാർ നിലപാട്. പകരം നിയമനം ഉണ്ടായാൽ രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ നടപടിയെടുത്തുവെന്ന വാദം അജിത് കുമാർ ഉന്നയിക്കും എന്ന വിലയിരുത്തലാണ് സർക്കാർ. അതേസമയം വിവാദ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതിനെ തുടർന്ന് അജിത് കുമാറിനെതിരെ നടപടിക്ക് കാരണമായ ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇരകൾക്ക് നീതി നിഷേധിക്കാനും പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കാനും അജിത് കുമാർ ഇടപെട്ടുവെന്നും ADGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിയമവിരുദ്ധമായ നടപടിയാണെന്നും അന്വേഷണം അട്ടിമറിക്കാൻ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്നുമാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയത് DGPയുടെ റിപ്പോർട്ട് പ്രകാരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ല. തുടർ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്. അല്ലാണ്ട് ഇതിനകത്ത് വേറെ വ്യക്തികൾക്കെതിരായിട്ടുള്ളതല്ല. ആ വ്യക്തികൾ കുറ്റം ചെയ്താൽ ഗവൺമെൻറ് ശക്തമായ നടപടി ഉണ്ടാകും. അതാണ് UDF ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറയുന്നത്. PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി. അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച DGPക്ക് കൈമാറും. പരാതികളിൽ കേസെടുക്കാം എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ആസൂത്രണ ബോർഡ് ചീഫ്, പിന്നാക്ക വികസന കോർപ്പറേഷൻ തസ്തികകൾ തുടങ്ങിയ പരീക്ഷകളിലെ ക്രമക്കേടുകളാണ് അന്വേഷിക്കുന്നത്. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഓഫീസർ പരീക്ഷാ ക്രമക്കേടും അന്വേഷിക്കുന്നുണ്ട്. SITക്ക് ഇതുവരെ 40ഓളം പരാതികൾ ലഭിച്ചു. കഴിഞ്ഞ ദിവസം PSC ആസ്ഥാനത്ത് SITയുടെ പരിശോധന നടന്നിരുന്നു. പരീക്ഷാ വിഭാഗത്തിലെ കമ്പ്യൂട്ടറുകളാണ് പരിശോധിച്ചത്. IT വിദഗ്ധരുടെ സഹായത്തോടെയായിരുന്നു പരിശോധന. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം എത്തി നിൽക്കുന്നത് BJP നേതാക്കളിലാണ്. നിർഭാഗ്യവശാൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. കോൺഗ്രസ് പ്രതിഷേധക്കാർക്കൊപ്പമാണെന്നും കേന്ദ്ര സർക്കാർ ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്യുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രൂപീകൃതമായതിനു ശേഷം നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളിലും ഇത്തരത്തിലുള്ള ലീക്കുകൾ ഒരു തവണയല്ല ആവർത്തിച്ച് ലീക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോഴുമൊക്കെ കേന്ദ്ര സർക്കാർ ഇത് നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്ന് മാത്രമല്ല ഈ ഏജൻസികൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ മാഫിയ സംഘത്തിനുമൊക്കെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി HRD മിനിസ്റ്റർ രാജിവെക്കണം എന്നുള്ള ആവശ്യം അത് തികച്ചും ന്യായമായിട്ടുള്ളതാണ്. ഇത്രയധികം പേപ്പർ ലീക്കുകൾ ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം അത് കേന്ദ്ര സർക്കാരിനുണ്ട്, വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായി മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തീയതി ഇന്നറിയാം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന് വിചാരണ നടക്കുന്നത്. കേസിൽ ആദ്യം പിടിയിലായ 16 പേരുടെ വിചാരണയാണ് ആരംഭിക്കുന്നത്. പ്രതികളെ കഴിഞ്ഞ തവണ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിരുന്നു. 1 മുതൽ 16 വരെയുള്ള പ്രതികളുടെ കുറ്റപത്രമാണ് വായിച്ചു കേൾപ്പിച്ചത്. അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിചാരണ ആരംഭിക്കുന്നത്. ചാനൽ റേറ്റിംഗിന് ലാൻഡിംഗ് പേജ് ഇനി മുതൽ പരിഗണിക്കില്ല. റേറ്റിംഗിലെ തട്ടിപ്പ് തടയാനുള്ള കേന്ദ്ര വിജ്ഞാപനത്തിന്റെ സ്റ്റേ ഹൈക്കോടതി നീക്കി. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ അപേക്ഷ പ്രകാരമാണ് കോടതി ഉത്തരവ്. അഡ്വക്കേറ്റ് രാജേഷ് വിശദാംശങ്ങൾ നൽകും. രാജേഷ്, കോടതി ഉത്തരവിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? വിവരങ്ങൾ.
ആക്ച്വലി ഈ ലാൻഡിംഗ് പേജിന്റെ വിലക്ക് ലാൻഡിംഗ് പേജ് റേറ്റിംഗ് കണക്കൂട്ടുന്നതിൽ ഏതെങ്കിലും ചാനൽ വെക്കുമ്പോൾ ആദ്യം റിമോട്ട് നിൽക്കുമ്പോൾ വരുന്ന പേജ്, ആ പേജിൽ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് പണം നൽകി ആ ഒരു പേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ റേറ്റിംഗ് അട്ടിമറിക്കുന്ന ഒരു രീതിയിലായിരുന്നു. ഇതിനെതിരെ കേന്ദ്ര മന്ത്രാലയം ഒരു വിജ്ഞാപനം ഇറക്കിയിരുന്നു. കേന്ദ്ര മന്ത്രാലയം ഇങ്ങനത്തെ ഈ തട്ടിപ്പ് തടയാൻ വേണ്ടി ലാൻഡിംഗ് പേജിന്റെ റേറ്റിംഗ് ഈ ചാനൽ റേറ്റിംഗിൽ കണക്കിലാക്കേണ്ട എന്നൊരു വിജ്ഞാപനമായിരുന്നു. ഇത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് ഇതിനൊരു സ്റ്റേ ഉണ്ടായിരുന്നു. ആ സ്റ്റേ മന്ത്രാലയത്തിന്റെ വിശദമായ വാദം കേട്ട ശേഷം ഇപ്പോൾ അതിന്റെ സ്റ്റേ നീക്കി. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ ലാൻഡിംഗ് പേജിന്റെ പേജ് വെച്ച് റേറ്റിംഗ് കൂട്ടുന്ന തട്ടിപ്പ് നടക്കില്ല. അതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് കൊണ്ട് സാധ്യമായിട്ടുള്ളത്. അഖില. അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വഖഫ് ബോർഡ് വിഷയത്തിൽ പണ്ഡിതരുടെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതി എന്ത് തീരുമാനിച്ചാലും അത് സർക്കാർ നടപ്പിലാക്കും. ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ ഉള്ള അധികാരം സർക്കാരിനുണ്ട്. സമയമാകുമ്പോൾ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് സർക്കാർ അത് നിർവഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ വളരെ കൃത്യമാണ്. വഖഫ് ബോർഡ് കഴിഞ്ഞ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്താണ്. ആ നോമിനേഷനിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ച് 4 ഹർജികൾ ഹൈക്കോടതിയിൽ വന്നു. അതുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. ആ വിധിയിലുള്ള വിയോജിപ്പ് കൊണ്ട് നിലവിലുള്ള വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. സുപ്രീം കോടതി തിരിച്ചവരോട് ഹൈക്കോടതിയിലേക്ക് തന്നെ ചെല്ലാനും പറഞ്ഞു. ഇവിടെ ഗവൺമെൻറ് എന്തെങ്കിലും പ്രത്യേകമായ ഒരു ആക്ഷൻ ഈ കാര്യത്തിൽ എടുത്തിട്ടില്ല. ഇത് നിലവിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ബോർഡിനെ സംബന്ധിച്ചുള്ള പോരായ്മകൾ, അനോമലീസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേസുകൾ വന്നത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് കോടതി ചോദിച്ചത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 2ാം പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് റിപേഷ് രാമകൃഷ്ണൻ SITക്ക് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായി. കഴിഞ്ഞ ദിവസമാണ് കേസിൽ റിപേഷിനെ അന്വേഷണ സംഘം പ്രതി ചേർത്തത്. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിൽ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നതാണ് റിപേഷിനെതിരായ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ജിതിൻ ഭാസ്കർ സ്ക്രീൻഷോട്ട് ആദ്യം അയച്ചു നൽകിയത് റിപേഷിനാണെന്നും സ്ക്രീൻഷോട്ട് റെഡ് എൻകൗണ്ടർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് റിപേഷാണെന്നും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിപേഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. അതേസമയം ജൂലൈ 17 റിപേഷിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസ് റദ്ദു ചെയ്യണമെന്ന് അഗസ്റ്റിൻ സഹോദരങ്ങൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നേരത്തെ ഇതേ ആവശ്യം ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയും തള്ളിയിരുന്നു. വനം വകുപ്പിന്റെ പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയനാട്ടിലെ മരം അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിൽക്കാൻ ശ്രമിച്ചതിനാണ് കേസ്. മരങ്ങൾ കൊണ്ടുപോകാൻ ഫോം 3 പാസ് ആവശ്യമില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. വിചാരണ നേരിടാൻ മതിയായ കുറ്റങ്ങളുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. ശ്വേതാ മേനോനെതിരെ താരസംഘടനയായ അമ്മയിലെ വനിതാ അംഗങ്ങളുടെ പടയൊരുക്കം. തെരഞ്ഞെടുപ്പ് വേണോ, ശ്വേത തുടരണോ എന്ന ചോദ്യത്തിൽ അഭിപ്രായ രൂപീകരണത്തിനാണ് ശ്രമം. വനിതാ അംഗങ്ങളുടെ ഗ്രൂപ്പായ അമ്മ പെൺമക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടക്കുന്നത്. അംഗങ്ങളുടെ വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവന്നു. ശ്വേതാ മേനോനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ചർച്ച. യൂണിവേഴ്സിറ്റികളിലെ വിദൂര വിദ്യാഭ്യാസം തിരികെ കൊണ്ടുവരാൻ ആലോചിക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ നിയമനിർമ്മാണത്തിലൂടെയാണ് വിദൂര വിദ്യാഭ്യാസം മാറ്റിയത്. അന്ന് തന്നെ ഇതിൽ ആശങ്ക അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല രൂപീകൃതമായപ്പോൾ അന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് മറ്റ് സർവകലാശാലകളിലുള്ള ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ നിർത്തലാക്കിയത്. അപ്പോൾ അന്ന് തന്നെ അതിനെ സംബന്ധിച്ച ആശങ്കകളൊക്കെ ഉയർന്നിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെ നിയമസഭയിൽ അത് ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിയമനിർമ്മാണത്തിലൂടെയാണ് അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അത് തിരികെ കൊണ്ടുവരാനായിട്ട് ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ വേണ്ടിവരും. അത് സർക്കാർ കൂടിയാലോചിച്ച് അതിനകത്ത് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. കോഴിക്കോട് പാളയത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ സാധിച്ചില്ല. ബിജുവിനെ കൊലപ്പെടുത്തിയ ശേഷം കത്തി തൊട്ടടുത്ത കിണറ്റിൽ ഉപേക്ഷിച്ചെന്ന പ്രതി ദീപക് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സിലെ മുങ്ങൽ വിദഗ്ധർ അരമണിക്കൂർ പരിശോധന നടത്തിയിട്ടും കത്തി കണ്ടെത്തിയില്ല. ഇന്നലെയാണ് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ലഹരിക്കടിമയായ ദീപകിനെ ലഹരി വിമുക്ത ചികിത്സയ്ക്ക് നിർബന്ധിച്ചതിനുള്ള വൈരാഗ്യമാണ് പാളയം സ്വദേശിയായ ബിജുവിനെ കൊലപ്പെടുത്താനുള്ള കാരണം. തെളിവെടുപ്പിന് ശേഷം ശനിയാഴ്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സിക്കിമിലെ നാംചി ജില്ലയിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. മൃതദേഹം എംബാം ചെയ്ത് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ആംബുലൻസിൽ കൊൽക്കത്തയിലെത്തിച്ച് എംബാം ചെയ്ത ശേഷം വിമാനമാർഗം കൊച്ചിയിലെത്തിക്കും. അർദ്ധരാത്രിയോടെയാവും മൃതദേഹം നാട്ടിലെത്തിക്കുക. പാമ്പാടി വെള്ളൂർ സ്വദേശിയാണ്. NHPCയിലെ സീനിയർ മാനേജറായിരുന്ന അനീഷ് മോഹനൻ. 16 വർഷമായി ഇദ്ദേഹം NHPCയിലെ ജീവനക്കാരനാണ്.
തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തിക്കൊണ്ടുള്ള CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുള്ള റിപ്പോർട്ടാണ് അംഗീകരിച്ചത്. പ്രചാരണം പിണറായി വിജയനിൽ മാത്രം കേന്ദ്രീകരിച്ചുവെന്നും പ്രചാരണ വേദിയിൽ ഇടത് രാഷ്ട്രീയം ചർച്ചയായില്ല എന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. PM ശ്രീ വിഷയത്തിൽ പാർട്ടിക്ക് വലിയ വീഴ്ച സംഭവിച്ചതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വിഷയത്തിൽ ഘടകകക്ഷിയായ CPI ഉയർത്തിയ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറായില്ല എന്നും ഒടുവിൽ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ടിടപെടേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീഴ്ചകളിൽ വിശദമായ ചർച്ച വിപുലീകരിച്ച സംസ്ഥാന സമിതിയിൽ നടക്കും. കോഴിക്കോട് വെച്ച് സെപ്റ്റംബർ 13, 14, 15 തീയതികളിലാണ് വിശാല സംസ്ഥാന സമിതി. അന്തരിച്ച സമസ്ത ജനറൽ സെക്രട്ടറിയും പണ്ഡിതനുമായ പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർക്ക് ആയിരങ്ങളുടെ യാത്രാമൊഴി. പൊതുദർശനം നടന്ന തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ് പരിസരത്ത് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ, PK ബഷീർ, MLA മാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, മതരംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തിരൂർക്കാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരി മരിച്ചു. നടുവണ്ണൂർ സ്വദേശി ഷാജുവിന്റെ മകൾ ഇതളാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പനി ബാധിച്ച കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാവുന്തറ ALP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കൊച്ചി പനമ്പള്ളി നഗറിലെ CJP അനുകൂല സമരത്തിൽ റാപ്പർ വേടന്റെ മാനേജർ അടക്കമുള്ളവർക്കെതിരെ കേസ്. പൊതുവഴി തടഞ്ഞതിനാണ് എറണാകുളം ടൗൺ പോലീസ് കേസെടുത്തത്. വേടന്റെ മാനേജർ വിഘ്നേഷ് അടക്കം കണ്ടാൽ അറിയാവുന്ന 99 പേർക്കെതിരെയാണ് കേസ്. തൃശൂർ കുന്നംകുളം ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 വിദ്യാർത്ഥിനികൾക്ക് നേരെ ട്യൂഷൻ അധ്യാപകന്റെ ലൈംഗിക അതിക്രമം. ചൂണ്ടൽ സ്വദേശി 52 വയസ്സുള്ള നൌഷാദിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. നൌഷാദിന്റെ വീട്ടിലെ ട്യൂഷൻ സെന്ററിൽ വെച്ച് പഠിപ്പിക്കുന്നതിനിടെയാണ് പെൺകുട്ടികൾക്കെതിരെ പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അതിക്രമ വിവരം പുറത്തു വന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പോലീസ് പെൺകുട്ടികളുടെ മൊഴിയെടുത്ത ശേഷം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. പെരുമ്പാമ്പിന്റെ കടിയേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് കൊയിലാണ്ടി നഗരസഭയിലെ ഹരിതകർമ്മസേന ജീവനക്കാർ. പാഴ്വസ്തുക്കളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തരംതിരിക്കുന്നതിനിടെ പ്ലാസ്റ്റിക് കവർ പരിശോധിച്ചപ്പോഴാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. സംഭവത്തിൽ കൊയിലാണ്ടി നഗരസഭ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. മാലിന്യം ശേഖരിക്കാനായി കൊയിലാണ്ടി നഗരസഭ മുത്താമ്പിയിൽ സ്ഥാപിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിലെ മാലിന്യങ്ങൾക്കിടയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് കവറിൽ കെട്ടിവെച്ച നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. കൊയിലാണ്ടി നഗരസഭയിലെ ഹരിതകർമ്മസേന ജീവനക്കാർ പ്ലാസ്റ്റിക് ചാക്കിൽ കുറെ കൂടി പ്ലാസ്റ്റിക് വസ്തുക്കൾ നിറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ചാക്കിനുള്ളിൽ കെട്ടിവെച്ചിരുന്ന പെരുമ്പാമ്പ് പുറത്തേക്ക് ചാടിയത്. പാമ്പിനെ കണ്ട് പേടിച്ച് ജീവനക്കാർ പെട്ടെന്ന് പുറകിലേക്ക് മാറിയതോടെ കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ പാമ്പുകളെ കാണാറുണ്ടെങ്കിലും ഇത്തരം അനുഭവം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു. കവറിൽ ചാക്കിൽ പാമ്പിനെ കെട്ടിയിട്ട് ഞങ്ങൾ കളക്ടിംഗ് പോയിന്റിൽ അവർ കൊണ്ടുവച്ച് വെച്ചതാണ്. സ്വാഭാവികമായിട്ട് ഇത് ഒരു ചെയ്ത കാര്യം തന്നെയാണ്. ആരായാലും ഇത് ചെയ്തത് തന്നെയാണ്. അവർ കരുതിക്കുട്ടി ചെയ്ത് വെച്ചത് തന്നെയാണ്. അല്ലാണ്ട് ആ സാധനം നമ്മൾ എന്ത് ചെയ്യും, വണ്ടി കയറ്റുന്നു. അത് ഞങ്ങളുടെ മിനി MCF ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ആ മിനി MCF-ന് എത്തിച്ച സമയത്താണ് നമ്മൾ ഈ സാധനം കാണുന്നത്. സംഭവത്തിൽ കൊയിലാണ്ടി നഗരസഭ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. വ്യാജ വാർത്ത ചെയ്തവർക്ക് മാപ്പില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. സംഭവത്തിൽ മാനനഷ്ട കേസ് നൽകും. വാർത്ത നൽകിയ പലരും വിളിച്ചു കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞു. കോൺഗ്രസ് BJP നേതാക്കൾ വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നുവെന്നും PK ശ്രീമതി പറഞ്ഞു. നിങ്ങളെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ അതിന്റെ വസ്തുതകൾ ബന്ധപ്പെട്ട ആളുകളുമായി ഒന്ന് ചോദ്യം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും വരില്ല. ഇന്ന് എനിക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ എൻ്റെ കുടുംബത്തിലാകെ ഗ്രൂപ്പിൽ ഇതെന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ച് എനിക്കൊരു മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് മനസ്സാവാതെ അറിയുന്ന കാര്യമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിൽ എത്തരുത്. ഒരു കുടുംബത്തിലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത് ഇച്ച കാര്യം വേണ്ടു. ഇതിലിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലക്ക്, അതുപോലെ DGPക്ക്, അതുപോലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിക്ക്, ഇവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അത് പരാതിയാണ്. ഇന്ന് നിയമപരമായിട്ട് തന്നെ എനിക്ക് ഇത്രയും സമൂഹത്തിൽ അങ്ങേറ്റം മാനക്കേട് ഉണ്ടാക്കിയതിൽ എതിരായിട്ട്
അഭിമാനത്തിന് ഏറ്റവും വലിയ ക്ഷതം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ ഇത് ഉയർത്തിയവർക്കെതിരെ, ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത്. തൃശൂർ അന്തിക്കാട് പൊതുശ്മശാനം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. 3 പതിറ്റാണ്ടായി ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം നിരാകരിക്കുന്ന LDF ഭരണസമിതിക്കെതിരെ പ്രതിഷേധം രൂക്ഷമാവുകയാണ്. സംഭവത്തിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് BJP അടക്കമുള്ള സംഘടനകൾ. അന്തിക്കാട് പൊതുശ്മശാനം വേണമെന്ന ആവശ്യം ജനങ്ങൾ പതിറ്റാണ്ടുകളായി ഉന്നയിക്കുകയാണ്. പല സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടും സ്ഥലം ഏറ്റെടുക്കാനോ ശ്മശാനം ഉണ്ടാക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയിരുന്നു. പ്രതീകാത്മകമായി മൃതദേഹത്തിന്റെ മാതൃകയുമായായിരുന്നു സമരം. പേര് പറഞ്ഞ് വിലയും കെട്ടി സ്ഥലവും വാങ്ങി. സംഭവത്തിൽ പ്രദേശത്ത് പ്രതിഷേധം കനക്കുകയാണ്. പൈസ മുടക്കി കൊടുക്കാൻ തയ്യാറായിട്ടും കൊടുത്തിട്ടും അത് വേറെ രീതിയിൽ ഉപയോഗിക്കുകയാണ്. ചിലത് വകമാറ്റി ചെലവഴിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ പൊതുശ്മശാനത്തിന് വേണ്ടി മരണാനന്തര സമ്മതികൾ കണ്ടെത്തി അവർ തന്നെ മുടക്കി പൈസ മുടക്കി വാങ്ങിച്ചു കൊടുത്ത സ്ഥലം ഇന്ന് മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പൊതുശ്മശാനം എന്നത് നാട്ടുകാരുടെ അവകാശമാണെന്നും എത്രയും പെട്ടെന്ന് സ്ഥലം ഏറ്റെടുത്ത ശ്മശാനം നിർമ്മിച്ചില്ലെങ്കിൽ കടുത്ത സമരത്തിലേക്ക് കടക്കുമെന്നും BJP വ്യക്തമാക്കി. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിച്ചു. ഡ്രൈവർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് ഊബർ ഒഴികെയുള്ള മറ്റ് ആപ്പുകളിലെ ജീവനക്കാർ സമരം പിൻവലിച്ചത്. അതേസമയം ഊബർ ആപ്പ് ഉപയോഗിച്ച് സർവീസ് നടത്തുന്നില്ല എന്ന് തൊഴിലാളികൾ വ്യക്തമാക്കി. കൊച്ചിയിൽ ഊബർ പ്രതിനിധികളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. തിങ്കളാഴ്ച വീണ്ടും ചർച്ച നടത്തുമെന്നും ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഊബറിനെതിരായ സമരം ശക്തമായി തുടരുമെന്നും ഓൺലൈൻ ടാക്സി സംയുക്ത സമിതി അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ടയ്ക്കായി ഇന്ന് ഇന്ത്യയ്ക്ക് ബോക്സർമാർ കളത്തിലിറങ്ങുകയാണ്. വൈകിട്ട് 3:30 തുടങ്ങുന്ന ബോക്സിംഗിൽ ഇന്ത്യയുടെ പ്രീതി പൻവാർ, ജെയ്സ്മിൻ ലംബോറിയ, ആദിത്യ പ്രതാപ് സിംഗ് എന്നിവരും രാത്രി 10 മണിക്ക് പ്രിയ ഗംഗ, സുമിത് കുണ്ടു എന്നിവരും ഇറങ്ങും. വൈകിട്ട് പാരാ പവർ ലിഫ്റ്റിംഗിൽ അശോക് കുമാർ മാലിക്, സുമൻ ദേവി, ജസ്പ്രീത് കൗർ തുടങ്ങിയവരും ആദ്യ ദിനം മത്സരത്തിനിറങ്ങുന്നുണ്ട്. ജിംനാസ്റ്റിക്സ് പുരുഷ ടീമിന്റെ ഫൈനൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ്. നീന്തലിൽ അലി ഇമാമും ഇന്നിറങ്ങുന്നുണ്ട്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.